ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഐഫോൺ ടിപ്പിൽ, അതായത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ ഒരു ഐഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് നേരത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഐഫോൺ തരുമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം കോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഐഫോൺ തരുമോ, നമ്മുടെ ഫോൺ തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് ആ ഫോണിൽ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് ബ്രൗസ് ചെയ്യാനോ അയാൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോണ് ഒരു ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഫോൺ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അതിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലോക്കിൻ്റെ കീ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടി, ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് മാറി കണ്ടില്ല, നമുക്ക് അവിടെ നിന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു കേസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാസുകൾക്കൊന്നും ആക്സസ് ഇല്ലാതെ അവർക്ക് ഏത് ആപ്പാണോ വേണ്ടത് ആ ആപ്പിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അത് മാത്രം അവർക്ക് എടുക്കാനും അത് മാത്രം അവർക്ക് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്പെഷ്യൽ പാസ്വേഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു ഫീച്ചർ ഐഫോണിലുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതാണ് എൻ്റെ ഐഫോൺ. ഇതിൽ ഞാൻ സെറ്റിങ്സ് എടുത്തു. സെറ്റിങ്സ് എടുത്തതിന് ശേഷം അക്സസിബിലിറ്റി എടുത്തിട്ട് ഞാൻ അതിലെന്തിലാണ് പോയത്, അക്സസിബിലിറ്റി എടുത്തിട്ട് ഞാനിത് അസിസ്റ്റീവ് ആക്സസ് എന്നുള്ളതിലേക്ക് പോയി. ഇനി സെറ്റപ്പ് അസിസ്റ്റീവ് ആക്സസ് അതിലേക്ക് പോയി. അപ്പോൾ നമ്മളുടെ അസിസ്റ്റീവ് ആക്സസ് സെറ്റപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഏത് രീതിയിലാണ് അപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. റോ ഷേപ്പിലാണോ അതല്ല ഈ ഗ്രിഡിലാണോ. എനിക്ക് ഗ്രിഡ് മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ഗ്രിഡിൽ തന്നെ വെച്ചിട്ട് കണ്ടിന്യൂ കൊടുത്തു. ഇനി ഏതാണ് അവർക്ക് ആക്സസ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ഒരാൾക്ക് നമ്മൾ ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഏത് മാത്രം കിട്ടിയാൽ മതി. ഫോട്ടോ എടുക്കാനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാമറ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ക്യാമറ മതി എന്നുണ്ടെങ്കിൽ ക്യാമറ കണ്ടിന്യൂ കൊടുത്തു. ഇനി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും കോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കോളും കൂടി ഓപ്ഷൻസ് വേണ്ടി വരും. അപ്പോൾ കോൾ ഓപ്ഷനും കൊടുത്തു. ഇനി ഈ കോൾ ഓപ്ഷൻ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് അതിൽ അൾട്ടർ ചെയ്യാം കേട്ടോ, ഏതൊക്കെ കോൺടാക്റ്റ് വേണം അങ്ങനെയുള്ളതൊക്കെ സ്പെഷ്യലി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ എന്നിട്ട് ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ കൂടി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാൽക്കുലേറ്റർ കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇപ്പം 3 സംഭവങ്ങൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുന്നു. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഒരു പാസ്വേഡാണ്. ഈ പാസ്വേഡ് ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള പാസ്വേഡാണ്. അപ്പോൾ വീണ്ടും കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആപ്പിൾ ഐഡിൻ്റെ പാസ്വേഡോ ലോക്കിൻ്റെതോ ആവണമെന്നില്ല. ഞാൻ ജസ്റ്റ് 1 2 3 4 ദെൻ പാസ്വേഡ് കൊടുത്ത ശേഷം വീണ്ടും എന്ത് ചെയ്തു, ഇവിടെ നോട്ട് നൗ എന്ന് കൊടുക്കുക. ആപ്പിൾ ഐഡി റിക്കവർ ചെയ്യേണ്ട. ഇനി കണ്ടിന്യൂ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് സെറ്റപ്പ് ചെയ്യണം. ഇനി നമുക്കിത് സെറ്റപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, യൂസിങ് അസിസ്റ്റീവ് ആക്സസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ കണ്ടോളൂ, ഇതേ സെറ്റപ്പ് ആവും. ഇത് സെറ്റപ്പ് ആവുകയാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ടാപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്സസ് മാത്രം കിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ആ ഫോൺ വാങ്ങുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് ഈ 3 സംഭവങ്ങളും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലോക്ക് ഓപ്പൺ ആക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവർ ജസ്റ്റ് ടാപ്പ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ. മറ്റൊന്നും അവർക്ക് എന്ത് ചെയ്യില്ല, ആക്സസ് ഉണ്ടാവില്ല. ഇനി ഇതിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് എന്ത് ചെയ്യുക, ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് എന്നുണ്ടാവും. ആ എക്സിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ പാസ്വേഡ് എന്ത് ചെയ്യുക, നമ്മളിവിടെ കൊടുക്കുക. അപ്പം എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്നും എക്സിറ്റ് ആകുന്നുള്ളതാണ്. ഇപ്പോൾ എക്സിറ്റായി നമ്മൾ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.